അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, 10 വർഷത്തോളമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അനുഗ്രഹീത ആത്മീയ മഹാസംഗമമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാനും അതിൻ്റെ വിജയത്തിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാടും നഗരവുമൊക്കെ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ സമ്മേളനങ്ങളും സമൂഹത്തിന് വ്യത്യസ്തവും ഉപകാരപ്രദവുമായ ധാരാളം ഗുണങ്ങൾ നൽകിക്കൊണ്ടാണ് ഓരോ സമ്മേളനം നടന്നിട്ടുള്ളത്. ഈ സമ്മേളനത്തിലും തത്തുല്യമായ ധാരാളം സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് സമസ്തതിൻ്റെ സമ്മേളനം നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ട ഒരു വലിയ സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ തീരുമാനിച്ചത് അടിസ്ഥാനത്തിൽ 10,313 പ്രബോധകന്മാരെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പുതിയ കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ ഉൾക്കൊണ്ട് ഓരോ ഗ്രാമങ്ങളിലും വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തന്മയാർന്നിട്ടുള്ള സന്ദേശങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഒരു പ്രബോധക സംഘത്തെ ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ, സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് സമർപ്പിക്കുകയാണ്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ നമ്മൾ 33,313 ആളുകളെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ 10,313 പ്രബോധകന്മാരെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ആ പ്രബോധന വിങ്ങിലേക്കുള്ള ആളുകളെ ഓരോ നാടുകളിൽ നിന്നും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാടുകളിൽ നിന്ന്, നിങ്ങളുടെ ശാഖയിൽ നിന്ന് ഇതുവരെ ആ 3 പ്രബോധകന്മാർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഷാ അല്ലാഹ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. പലർക്കും വലിയ ആശങ്കകളുണ്ട്. SKSF പ്രായപരിധിയിൽപ്പെട്ടവർ മാത്രമേ ഇതിൽ ചേരാൻ പറ്റൂ എന്ന്. അങ്ങനെയില്ല. 18 വയസ്സ് കഴിഞ്ഞ ദീനി പ്രബോധനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെയൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അംഗീകരിക്കാൻ തൽപരരായ 3 ആളുകളെയാണ് നമ്മൾ ഇതിൽ ചേർക്കേണ്ടത്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് നിന്ന് പറ്റും, വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാഹ് അതിന് അവസരമുണ്ട്. അതുകൊണ്ട് വരുന്ന 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും നമ്മുടെ മഹലിൽ നിന്ന്, ശാഖയിൽ നിന്ന് ഈ പ്രബോധന വിങ്ങിലേക്ക് ആളുകളെ ചേർത്തിയിട്ടില്ലെങ്കിൽ അത് ചേർത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി ഓരോ പ്രവർത്തകന്മാരും നിർവഹിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇത് ജീവിതത്തിൽ ഒരു അസുലഭ സൗഭാഗ്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താനും മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വഴി നടത്താനുമുള്ള വലിയൊരു സൗഭാഗ്യം. നിങ്ങൾക്ക് ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം നാളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ നന്നായി അയാളെ ദീനിൻ്റെ നേരായിട്ടുള്ള പാന്താവിലേക്ക് കൊണ്ടുവരലാണെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടായിരിക്കണം ഇത്തരം പ്രബോധന നിർവഹിക്കേണ്ടത്. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രബോധനം ചെയ്യാൻ സൗഭാഗ്യം കിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച ധാരാളം മഹാരഥന്മാരായ സമസ്തയുടെ ആലിമീങ്ങളെയും നേതാക്കളെയും പ്രവർത്തകന്മാരെയും ഒക്കെ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹ്, ആ ഒരു മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ ഒരവസരം കിട്ടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമാണ്. അതോടൊപ്പം ഇത് സമ്മേളനത്തിന്റെ ഭാഗമായി മാത്രമുള്ളതല്ല. സമ്മേളനാനന്തരം നമ്മുടെ നാടുകളിലൊക്കെ ദഅവാ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രത്യേക പ്രബോധക സംഘത്തെ നമ്മൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ നാടുകളിൽ നിന്നും 10,313 പ്രബോധക അംഗത്തിൽ ഞാനും ഒരംഗമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നിർവഹിക്കണം. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
സാധാരണ നമ്മുടെ സമസ്തയുടെ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആളുകളും ചെയ്യാത്ത ആളുകൾക്കുമൊക്കെ അവസരമുണ്ടാകാറുണ്ട്. പക്ഷേ ഈ ക്യാമ്പിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കുക. മാത്രമല്ല, ക്യാമ്പിന്റെ മുമ്പ് തന്നെ അവർക്ക് പങ്കെടുക്കാനുള്ള പ്രത്യേകമായ കാർഡ് നേരത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാഞ്ഞാലും എനിക്ക് അവിടെ എത്തിയാൽ ക്യാമ്പിൽ പങ്കെടുക്കാമെന്ന നമ്മുടെ ഒരു പൊതുവായ ധാരണ മാറ്റി, ഇൻഷാ അല്ലാഹ് എനിക്ക് ആ ക്യാമ്പിൽ 4 ദിവസം എന്തായാലും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണം. പ്രത്യേകിച്ചും ജനറൽ ക്യാമ്പിലേക്കുള്ള കോട്ട പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ പ്രബോധക സംഘത്തിലേക്കുള്ള ആളുകൾ മാത്രമാണ് നമുക്ക് അവസരമുള്ളത്. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ രജിസ്റ്റർ ചെയ്ത് അതിൽ അംഗമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വൈകരുത്. ആവശ്യമായ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ നിർവഹിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.